Hello everyone, welcome to another episode of On Cue with പാർവതി ശ്രീദേവി. എത്ര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളാണെങ്കിലും നമ്മളിൽ പലരും മിസ് ഔട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഓറൽ ഹെൽത്ത് ആൻഡ് ഡെന്റൽ ഹൈജീൻ. ഇന്ന് ഓറൽ ഹെൽത്തിലെ റെഡ് ഫ്ലാഗ്സിനെ കുറിച്ചും വാട്ട് വി ഷുഡ് ഡു ടു ടേക്ക് കെയർ ഓഫ് ദം എന്നുള്ളതിനെ കുറിച്ചുമെല്ലാം നമ്മളോട് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ഒരു എക്സ്പേർട്ടാണ് ഡോക്ടർ മണികണ്ഠൻ. ഹീസ് എ കൺസൾട്ടൻറ്റ് ഗം സ്പെഷ്യലിസ്റ്റ് വിത്ത് ഗവൺമെൻറ് അർബൻ ഡെന്റൽ ക്ലിനിക് ട്രിവാൻഡ്രം as well as has his own practice at Smile Sculptors. വെൽക്കം ഡോക്ടർ. താങ്ക് യു. സോ ഡോക്ടറിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് ഓവർ ഇയേഴ്സ് വല്ലാണ്ട് ഇവോൾവ് ആയ ഒരു ഫീൽഡാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഷിഫ്റ്റ്സ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡെന്റിസ്ട്രിയിൽ മാത്രമല്ല ഹെൽത്ത് കെയറിൽ മൊത്തത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ഹെൽത്ത് കെയർ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. അതായത് അല്ലെങ്കിൽ ബയോ മെഡിസിൻ, ഫങ്ഷണൽ മെഡിസിൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ദർ ഈസ് നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇത് സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡിസീസ് വന്നു കഴിഞ്ഞാൽ ആ സിംറ്റംസ് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരേ ഡിസീസ് തന്നെ പല ആൾക്കാരിൽ വന്നു കഴിഞ്ഞാലും എല്ലാം ഒരുപോലെ ആയിരിക്കും എന്നുള്ളതായിരുന്നു കുറേ നാൾ മുന്നേ ഉള്ള കോൺസെപ്റ്റ്. പക്ഷെ നമ്മൾ ഇപ്പോൾ എപ്പോഴും എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസാണ്, അല്ലെങ്കിൽ എവിഡൻസ് ആണ് ഏറ്റവും കൂടുതൽ. നമുക്ക് വെറുതെ ഇങ്ങനെ ഒരു എവിഡൻസ് ഇല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. വാട്ട് എവർ യു ടെൽ ഇറ്റ് ഷുഡ് ബി ബാക്ക്ഡ് ബൈ എവിഡൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഒരേ അസുഖം തന്നെ അതിപ്പോൾ ഡെന്റിസ്ട്രി നോക്കുകയാണെന്നുള്ള ഒരേ കാര്യം തന്നെ രണ്ടാൾക്കാരിലോ മൂന്നാൾക്കാരിലോ വന്നാൽ എല്ലാവരിലും അത് വരുന്നത് ഒരേ രീതിയിലായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ കൂടുതലായിട്ടുള്ള പഠനങ്ങൾ വന്നപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഹോസ്റ്റ് റെസ്പോൺസ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരം, ഓരോരുത്തരുടെയും ശരീരം ഒരു പ്രത്യേക അസുഖത്തിനോട് പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. സോ നമ്മൾ ഒരു ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളൊരു തോട്ടിലോട്ട് വന്നു തുടങ്ങി. അതായത് നമുക്ക് ഒരു പ്രശ്നത്തിനെ രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മൾ പറയും ബ്ലോക്ക് ബസ്റ്റർ അപ്രോച്ച് എന്ന് പറയും. എല്ലാവർക്കും നമ്മൾ കാടടച്ച് വെടിവെക്കുക എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും കൂടെ ചേർത്തിട്ട് ഒറ്റ രീതിയിൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതിനെ നമുക്കൊരു കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇതിനകത്തോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫങ്ഷണൽ മെഡിസിൻ അല്ലെങ്കിൽ പ്രിസിഷൻ മെഡിസിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ടാണ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അത് ഡെന്റിസ്ട്രിയിൽ വന്നു കഴിഞ്ഞാലും ദർ ഈസ് സംതിങ് കോൾഡ് ആസ് പ്രിസിഷൻ ഡെന്റിസ്ട്രി അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ഡെന്റിസ്ട്രി എന്ന് പറയാം. അപ്പോൾ നോ ടു ഇൻഡിവിജ്വൽസ് ആർ എലൈക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫിംഗർ പ്രിൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോഴും പറയുന്ന യുണീക്ക് ആയിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെയും ഫിംഗർ പ്രിൻ്റ് ഒരിക്കലും ഒരുപോലെയല്ല. അതിന് പല രീതിയിലുള്ള പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഡെൻ്റൽ പ്രിൻസ് ആണെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെൻ്റൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് യുണീക്കാണ്. അപ്പോൾ ഒരാളിന് സ്യൂട്ടാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ചിലപ്പോൾ വേറെ ആളിന് സ്യൂട്ടാവണമെന്നില്ല. ബിക്കോസ് ദർ ഈസ് ഓൾവേസ് സം ഇൻ്റർപ്ലേ. അത് നമ്മൾ പക്ഷേ തുടക്കകാലങ്ങളിൽ നമുക്ക് ആ ഒരു കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള രീതിയിലോട്ട് പോവാതെ നമുക്ക് ഇന്ന അസുഖങ്ങൾക്ക് ഇന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ അനുവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കാലാതീതമായിട്ട് ഇപ്പോൾ നിലകൊള്ളുന്ന കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ എപ്പോഴും പറയുമല്ലോ, ലേൺ, അൺലേൺ ആൻഡ് റീലേൺ എന്ന് പറയാം. ഇപ്പം ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പണ്ട് പഠിച്ച കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി എവിഡൻസ് വരുമ്പോഴത്തേക്കും അൺലേൺ ചെയ്യേണ്ടതായിട്ട് വരും. സോ എപ്പോഴും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു പേഷ്യൻ്റായിട്ട് കാണാതെ അവരുടെ ആ സിംറ്റമായിട്ട് കാണാതെ ഒരു ഓൾ പേഴ്സണായിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി, അതായത് നമ്മളെപ്പോഴും ഹോളിസ്റ്റിക് എന്നൊരു വാക്ക് യൂസ് ചെയ്യാറുണ്ട്. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് ഓൾ ബോഡി അപ്രോച്ചാണ്, അല്ലെങ്കിൽ ഒരു ഹോൾസം അപ്രോച്ചാണ്. നമ്മളൊരു സിംറ്റത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് ഒരു നമ്മുടെ പസിലിലെ ഒരു പീസ് മാത്രമേ ആവുന്നുള്ളൂ. ദർ ഈസ് ഓൾവേസ് എ മിസ്സിങ് പീസ് സംവെയർ. അത് കറക്റ്റായിട്ട് ജോയിൻ ചെയ്താൽ മാത്രമാണ് നമുക്കതിനകത്ത് ഇറ്റ് മേക്ക് സെൻസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നമുക്കൊരു ഹോളിസ്റ്റിക് ആയിട്ട് എ പേഴ്സൺ സെൻട്രിക് അപ്രോച്ച് റാദർ ദാൻ എ സിസ്റ്റം സെൻട്രിക് അപ്രോച്ച് എന്നുള്ളത് ഒരു നല്ലൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഇവോൾവ് ചെയ്തിട്ടുള്ള, കുറച്ച് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് കുറച്ച് നാളുകളായിട്ട് തന്നെ വന്നിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. പിന്നെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ ഓവറായിട്ട് ഡയഗ്നോസ്റ്റിക്സ് പലപ്പോഴും ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് പലരും പറയുന്നതാണ്, ഡോക്ടേഴ്സ് ചിലപ്പോൾ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ സമയത്ത് ചിലത് ഓവർലുക്ഡ് ആയിപ്പോവും, ചിലത് അണ്ടർലുക്ഡ് ആയിപ്പോവും. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് മിനറൽസ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ന്യൂട്രിയൻസ് പറയാറുണ്ട്. അതിപ്പോൾ നമ്മൾ ഡയറ്റീഷ്യൻ്റെ അടുത്ത് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓവർ ദ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ പല സിസ്റ്റമിക് ആയിട്ടുള്ള ഡിസീസസിലും അതിൽ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ഡയബറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ടീമിനകത്ത് എപ്പോഴും ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റ് കാണും. അപ്പം ന്യൂട്രീഷൻ
ഇൻ ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നതും പലപ്പോഴും അണ്ടർലുക്ഡ് അല്ലെങ്കിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കോൺസെപ്റ്റാണ്. സോ ദർ ഈസ് എ ലാക്ക് ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് വിച്ച് മേ ബി ലീഡിങ് ടു നിങ്ങൾക്ക് ചിലപ്പോൾ അധികം അറിയപ്പെടാത്ത പല ഓറൽ പ്രോബ്ലംസിൻ്റെയും ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, നല്ല ബാലൻസ് ഡയറ്റാണ് കഴിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് കാർബോഹൈഡ്രേറ്റ്. ഇപ്പോൾ ഡയറ്റ് പറയുമ്പോൾ കീറ്റോ ഡയറ്റ് എന്ന് പറയും. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ദെൻ വൈറ്റമിൻസും വാട്ടറും ഒക്കെ പറയും. പക്ഷേ ദർ ഇസ് സംതിങ് കോൾ മിനറൽസ് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ വിട്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറിൻ്റെയോ സിങ്കിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ സെലീനിയത്തിൻ്റെയോ ഒക്കെ ഡെഫിഷ്യൻസി കാരണം നിങ്ങളുടെ ഓൾ ബോഡിയിൽ പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ ഓറൽ ക്യാവിറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വരാറുണ്ട്. സോ ന്യൂട്രിയൻസിൻ്റെ ഇമ്പോർട്ടൻ്റ്, എസ്പെഷ്യലി മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഇമ്പോർട്ടൻ്റ്, ഇൻക്ലൂഡിങ് വൈറ്റമിൻ ഡി കൂടി പറയണം. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കോവിഡിന് ശേഷം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരുപാട് ആൾക്കാർ ഈ അന്നത്തെ സമയത്ത്, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് എറയിൽ ഒരുപാട് പ്രോബ്ലംസ് വന്ന സമയത്ത് ഈ സൺലൈറ്റ് എക്സ്പോഷർ കറക്റ്റായിട്ട് കിട്ടാത്തതും നമ്മുടെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇത് നമ്മുടെ ന്യൂട്രീഷൻ വന്നതും ഒക്കെ തന്നെ വൈറ്റമിൻ ഡി നന്നായിട്ട് കുറയാനായിട്ട് കാര്യമായിട്ടുണ്ട്. അപ്പോൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നതും മറ്റൊരു വെൽക്കമിങ് ട്രെൻഡായിട്ട് അല്ലെങ്കിൽ ഒരു കൂടുതലായിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ബയോ മൈമറ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പല ആൾക്കാരും ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എല്ലാ കേസിലും ഇൻഡിക്കേറ്റഡ് ആണോ? ഇപ്പോൾ ചില കേസിൽ നമ്മളിപ്പോൾ ഇൻറ്റൻഷണൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പേഴ്സേ നമ്മളൊരു ഇൻഡിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വളരെ ഡീപ്പായിട്ട് പോകുന്ന ഡീക്കയിലും നന്നായിട്ട് ഫ്രാക്ചേർഡ് ആയിട്ടുള്ള ടൂത്തിലും മസ്റ്റായിട്ട് ഇൻഡിക്കേറ്റഡ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരുപാട് കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഇൻറ്റൻഷനലായിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അല്ലെങ്കിൽ ചെറിയൊരു സെൻസിറ്റിവിറ്റി വരുമ്പോൾ തന്നെ ആ പേഷ്യൻ്റ് ഇനി ഫർദറായിട്ട് ഒരു പ്രോബ്ലം ആയിട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് വാറൻറ്റഡ്, ചിലപ്പോൾ പർപ്പസ്ഫുള്ളി ചിലപ്പോൾ ഇൻറ്റൻഷനലായിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അതിനാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ബയോ മൈമറ്റിക് എന്നുള്ളൊരു കോൺസെപ്റ്റ്. നമുക്ക് ടൂത്തിൻ്റെ സ്ട്രക്ചറിനെ റിസംബിൾ ചെയ്യുന്നിട്ടുള്ള ചില പ്രത്യേക തരം ബയോമൈമറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാതെ തന്നെ നമുക്ക് ടൂത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി പ്രിസർവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ബയോമൈമറ്റിക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പോൾ ചില സമയത്ത് ഓവറായിട്ട് ടൂത്തിൻ്റെ സ്ട്രക്ചർ കുറയ്ക്കുമ്പോഴത്തേക്കും ടൂത്ത് വീക്കൻ ആവാൻ ചിലപ്പോൾ കാരണമാകാറുണ്ട്. അപ്പോൾ എല്ലാ കേസിലും നമ്മളിപ്പോൾ ക്രൗൺസിലോട്ട് തന്നെ പോകേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഒരു ടൂത്തിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ 30% മാത്രമായിരിക്കും അതിന് എന്തെങ്കിലും ഒരു ഡിസീസ് സംഭവിച്ചിട്ടുള്ളത്, ബാക്കി 70% ഇൻടാക്റ്റ് ആയിരിക്കും. സോ ബയോമൈമറ്റിക്കിലെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് എത്രത്തോളം കൺസർവേറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കൺസർവേറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫുള്ളി എൻസർക്കിൾ ചെയ്യുന്ന ക്രൗൺസിന് പകരം എവിടെയാണോ ഡിസീസ്ഡ് ആയിട്ടുള്ള പോർഷൻ ഉള്ളത് അവിടെ മാത്രം കൊടുക്കാവുന്ന തരത്തിലുള്ള ഓവർ ലേസ് എന്ന് പറയുന്നിട്ടുള്ള തരത്തിലുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബയോമൈമറ്റിക് എന്ന് പറയുന്നതും ഇതിനകത്തൊരു റീസെൻറ്റ് ട്രെൻഡാണെന്നുള്ളതാണ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി നന്നായിട്ട് എല്ലാ മേഖലകളിലും, അത് ഡയഗ്നോസിലാണെങ്കിലും നമ്മുടെ അതിനോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റിലാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ അതിൻ്റെ ഒരു നമുക്ക് നമ്മുടെ പല പല ടൂൾസിൽ നമ്മളെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷിഫ്റ്റ് മെയിനായിട്ട് ഈ ഒരു സിംറ്റംസിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി ഓൾ ബോഡി അപ്രോച്ചിലോട്ട് വന്നിരിക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വെസ്റ്റേൺ ഏരിയയിലാണെങ്കിലും അതിൻ്റെ ട്രെൻഡ്സ് നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു സൊല്യൂഷൻ, വൺ സൊല്യൂഷൻ ഫിറ്റ്സ് ഓൾ എന്നുള്ളതിന് പകരം പേഷ്യന്റ് സെൻട്രിക് ആയിട്ടും അതുപോലെ അവരുടെ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ അങ്ങനത്തെ കുറേ നമ്മൾ സത്യം പറഞ്ഞാൽ അതൊക്കെ കുറേ ഓവർലുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ അതെല്ലാം കൂടിയാണ് കൺസിഡർ ചെയ്താണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അല്ലേ ഇൻഡസ്ട്രിയിൽ. റൈറ്റ്. ഓക്കെ, ഡോക്ടർ ഇപ്പോൾ മെൻഷൻ ചെയ്തു കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രിയെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് പോലെ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഈസ് ഇറ്റ് മോർ ദാൻ എ ട്രെൻഡ്? എന്താണ് ഡോക്ടറിൻ്റെ ഒബ്സർവേഷൻ? അത് ആക്ച്വലി നമ്മളിപ്പോൾ പലരും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മേ ബി നമുക്ക് മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ ഈ സ്പെഷ്യലൈസേഷൻ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഫിലിംസിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ നാളായിട്ട് കാണുന്നുണ്ട്. യു മേ ബി അവെയർ. ഇപ്പോൾ കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ 1980s തൊട്ടുള്ള മൂവീസിലൊക്കെ കേൾക്കുന്നുണ്ട്. ഹാർട്ടിൻ്റെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാർഡിയോളജിസ്റ്റ്, അല്ലെങ്കിൽ വയറിനെ സംബന്ധിച്ചാണെങ്കിൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഡെൻറ്റിസ്ട്രിയിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഡെൻറ്റിസ്റ്റ് തന്നെ വന്നിട്ടുള്ള സിനിമകൾ തന്നെ വളരെ വിരളമാണെന്ന് തോന്നുന്നു. എനിക്ക് മലയാളത്തിലാണെങ്കിൽ എസ്പെഷ്യലി ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കുന്നത് ഏതൊക്കെ 1-2 സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഡെൻറ്റിസ്റ്റ് എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഇത്തരം ഒരു 9 സ്പെഷ്യാലിറ്റീസ് ഉണ്ടെന്നുള്ളത് അത്രയും ആ ഒരു ഹെൽത്ത് കെയർ ഫീൽഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കോ ജേർണലിസ്റ്റിനോ ഒക്കെ ആയിരിക്കും കുറച്ചുകൂടി അവെയർ ആയിട്ടുള്ളത്.
അതെ. അപ്പോൾ നമുക്ക് അതിനകത്ത് ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു മിസ്നോമറായിട്ട് വരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഇല്ല. നമ്മുടെ ഈ MDS അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ എൻഡോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ പെരിയഡോണ്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ടാണ് വരുന്നത്. അപ്പോൾ കോസ്മെറ്റിക് ഡെന്റിസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എവരി വൺ ക്യാൻ ബി എ കോസ്മെറ്റിക് ഡെന്റിസ്റ്റ്. സമോൺ ഹൂ പ്രാക്ടീസസ് cosmetic things in dentistry can be called as a cosmetic dentist. There is nothing like a cosmetic dentist per se എന്ന് പറയുന്നതാണ്. പക്ഷേ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ 1 day കോഴ്സുകളോ അല്ലെങ്കിൽ 3 day കോഴ്സുകളോ ഒക്കെ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ചില കോസ്മെറ്റിക് എന്താണ് പറയുക പ്രൊസീജിയേഴ്സ് മാത്രം കുറച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു അംബ്രല ടേം പോലെ ആയിട്ടുണ്ട് കോസ്മെറ്റിക് ഡെന്റിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയുടെ ഒരു ബൂം വരുമ്പോഴത്തുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കോൺസെപ്റ്റ് ക്ലിയർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഏസ്തെറ്റിക്സിൽ മാത്രം ഫോക്കസ് ചെയ്യുമെന്നുള്ളതാണ്. എപ്പോഴും ഡെന്റിസ്ട്രിയുടെ പില്ലേഴ്സ് എന്ന് പറയുന്നത് ഏസ്തെറ്റിക് ഷുഡ് ബി ഓബ്വിയസ്ലി അല്ലെങ്കിൽ ഓൾവേസ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ ഫംഗ്ഷൻ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഫങ്ഷണൽ മെഡിസിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫംഗ്ഷൻ സെർവ് ചെയ്യാതെ നമ്മുടെ ഏസ്തെറ്റിക്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ഗോ ഇൻ ടു എ ഡിസാസ്റ്റർ എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാത്തൊരു വീട്ടിൽ നമ്മൾ വളരെ കാശ് മുടക്കിയിട്ട് നല്ല എന്താണ് പറയുക ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തു, ഒരുപാട് ലൈറ്റിംഗ് ഒക്കെ വെച്ചു, നല്ല കളർഫുൾ പെയിൻ്റ് ഒക്കെ കൊടുത്തു. പക്ഷേ നിങ്ങൾ ഫൗണ്ടേഷനിൽ കുറച്ച് എന്താ പറയുക തിരിമറി കാണിച്ചു, അല്ലെങ്കിൽ കോൺട്രാക്ടർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തില്ല. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ ലുക്കിൽ നമുക്ക് ഇറ്റ് ഷുഡ് വാവ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമെങ്കിലും ഒരു 2 years കഴിയുമ്പോൾ ചിലപ്പോൾ ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓൾവേസ് നിങ്ങളുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ബേസ് സ്ട്രോങ് ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഈ റീൽസിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബിഫോർ ആഫ്റ്റർ കാണിച്ചിട്ട് അപ്പോൾ പെട്ടെന്നൊരു വാവ് എന്നുള്ളൊരു ഫീൽ വരും. ബിഫോർ ഇങ്ങനെ ഇരുന്നു, ആഫ്റ്റർ അങ്ങനെ ഇരുന്നു എന്നുള്ളത്. പക്ഷേ ഇത് തന്നെ പലതിൻ്റെയും പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് എങ്ങും കാണിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അത് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മളിപ്പോൾ പിന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ട് അതിങ്ങനെ ഫെയിലിയർ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗം ഹെൽത്ത് കറക്റ്റായിട്ട് അവിടെ അസസ് ചെയ്തിട്ടുണ്ടായില്ല. അതായത് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ ആ ഗമ്മിൻ്റെ ഹെൽത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷനെ ഒരു വില കൊടുക്കാതെ ജസ്റ്റ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ ആ കോസ്മെറ്റിക് അപ്പിയറൻസ് മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴത്തേനും ഒരു 6-7 മാസം കഴിയുമ്പോഴത്തേനും ആ ടൂത്ത് അല്ലെങ്കിൽ വെച്ച സാധനം ഉൾപ്പെടെ അങ്ങോട്ടേക്ക് ഇളകി മാറുകയാണ്. കാരണം ദ ബേസ്മെൻറ്റ് വാസ് നോട്ട് സ്ട്രോങ് എനഫ് ടു വിത്ത്സ്റ്റാൻഡ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യമേ ഒരു പ്രൊസീജിയറിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ദർ ഷുഡ് ബി സം എന്താണ് പറയുക ബാക്ക്ഗ്രൗണ്ട് ചെക്സ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കോസ്മെറ്റിക് ബൂമിൽ പലപ്പോഴും ആൾക്കാർ വിട്ടുപോകുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് പേഷ്യൻ്റെ ഡിമാൻഡ് ഒരു ഫാക്ടറാണ്. സംടൈംസ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദർ ബി എ സ്റ്റേജ്ഡ് പ്രോസസ്സ് ഉണ്ടാവും. ലൈക്ക് ഒരു കാര്യം ചെയ്ത് നമുക്കൊരു 2 weeks അല്ലെങ്കിൽ 3 weeks വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത കാര്യത്തിലോട്ട് പോകാനായിട്ട്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് പറഞ്ഞാൽ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ഡോക്ടർ അടുത്ത ആഴ്ച എൻ്റെ മാരേജാണ്, എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കുന്നതിൽ നമുക്ക് വി ക്യാൻ സജസ്റ്റ് സംതിങ് ലൈക്ക് ദാറ്റ്. യു ക്യാൻ ഹാവ് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഉണ്ട്. പ്ലാൻ എ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഐഡിയൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. ബട്ട് പ്രൊവൈഡഡ് ദാറ്റ് അതിനൊരു ടൈം ലൈൻ ഉണ്ട്. ആ ടൈം ലൈൻ ഫോളോ ചെയ്യുന്നതാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ എന്നുള്ളത്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഫോളോ ദാറ്റ് നമുക്കത് പ്ലാൻ ബി ചെയ്യാം. പക്ഷേ പ്ലാൻ ബി ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് പ്ലാൻ ബി ഷുഡ് ബി എ ടെമ്പററി സൊല്യൂഷനായിട്ട് പ്ലാൻ ചെയ്തിട്ട് വൺസ് യു ഹാവ് എനഫ് ടൈം നിങ്ങൾ എപ്പോഴും ആ ഒരു എന്താണ് വാട്ട് വാസ് ഇൻറ്റൻഡ് ടു ഫോളോ അത് കറക്റ്റായിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ്. സോ ഇതാണ് അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഈസ് മാൻഡേറ്ററി എന്ന് പറയാം, പക്ഷേ ഇറ്റ് ഷുഡ് ബി ഗുഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ എവിഡൻസ് ആയിരിക്കണം. നമുക്ക് ഒരുപാട് ഹാക്സും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ പലതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പാർട്ടി വെയർ പോലെ നമുക്കിപ്പോൾ സ്കിന്നിലൊക്കെ ഒരു മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ടുള്ള ലിക്വിഡൊക്കെ ഉണ്ട്. പക്ഷേ ടൂത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ അത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ടൂത്തിന് ഒരുപാട് ഡാമേജ് ഉണ്ടാവുന്നുണ്ട്. സോ പാർട്ടി വെയർ പോലെയുള്ള സാധനങ്ങൾ ടൂത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ചുകൂടി കോഷ്യസ് ആവേണ്ട അത്യാവശ്യമാണ്. മോർ ദാൻ ട്രെൻഡ്സ് ആൻഡ് ഹാക്സ് അത് നിങ്ങളുടെ എന്താ പറയുക ഹെൽത്തിന് എത്രത്തോളം അത് സഹായമാവുന്നുണ്ട്, വെദർ ഇറ്റ് ഈസ് എന്താണ് റിയലി നീഡഡ് ഫോർ യു എന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് തോട്ട് പ്രോസസ്സിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഫർദറായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതാണ് അതിൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. റൈറ്റ്. ഡോക്ടർ ആ പറഞ്ഞ സെയിം ഒരു പോയിന്റ് തന്നെ ചോദിക്കട്ടെ. ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ ആണെന്നുള്ള ഇതിന് പലയിടത്തായിട്ട് വായിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു പേഴ്സണലൈസ്ഡ് അപ്രോച്ച് തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. ലൈക്ക് നമ്മളിപ്പോൾ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി ഉള്ള 2 years ദ കരിക്കുലം ഈസ് സെയിം. ആക്ച്വലി ദ BDSൽ നമ്മൾ ഓൾമോസ്റ്റ് MBBS ആൻഡ് BDS കരിക്കുലം ഓൾമോസ്റ്റ് സെയിം ആണ്.
only difference is that നമ്മൾ അനാട്ടമി പഠിക്കുന്ന സമയത്ത് യു ആർ നോട്ട് സ്റ്റഡിങ്, യു ആർ ഓൺലി റെസ്ട്രിക്റ്റിംഗ് ടു ഹെഡ് ആൻഡ് നെക്ക് റീജിയൻ. അതർ MBBS ഏരിയ വരുമ്പോഴത്തേക്കും നമുക്ക് തൊറാക്സ് അബ്ഡോമൻ എന്ന് പറഞ്ഞിട്ടുള്ള അതർ ഏരിയാസ് കൂടെ പഠിക്കുന്നുണ്ട് അനാട്ടമിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടൂത്ത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട്, അതായത് BDS എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സെപ്പറേറ്റ് കോഴ്സ് ആണല്ലോ, അല്ലെങ്കിൽ MDS എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കോഴ്സാണ്. ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് MBBSൻ്റെ. പിന്നെ MBBSകാർക്ക് ആക്ച്വലി ഒരു അവരുടെ തേർഡ് ഇയറിലോ മറ്റോ ആ ഒരു ജസ്റ്റ് ഒരു 14 days ദർ ഇസ് സംതിങ് കോൾഡ് ആസ് എ ഡെൻ്റൽ പോസ്റ്റിംഗ്. അപ്പോൾ അത് ആക്ച്വലി അവർക്ക് ഒന്ന് ജസ്റ്റ് കറങ്ങാനൊക്കെ ഉള്ള വളരെ ഒരു 200 പേരുള്ള ഒരു ബാച്ച് ആണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ, മേ ബി ഒരു 10 to 15 ആൾക്കാരെ ഡെൻ്റൽ പോസ്റ്റിങ്ങിന് വരാറുള്ളൂ. ഇറ്റ്സ് നോട്ട് എ മാൻഡേറ്ററി പോസ്റ്റിംഗ്, ഇറ്റ്സ് ലൈക്ക് എലക്റ്റീവ് ആണ്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അപ്പോൾ തന്നെ അവർ നമുക്ക് വളരെ താല്പര്യമുള്ള ആൾക്കാർ വന്നിട്ട് ഡെൻറ്റിസ്ട്രിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള അവർക്കൊരു ഐഡിയ ഉണ്ടാവും. സോ വൺസ് യു ഗ്രാജുവേറ്റ് ആസ് എ മെഡിക്കൽ ഡോക്ടർ ആകുമ്പോഴും അവർക്ക് ഡെൻറ്റിസ്ട്രി പറ്റിയിട്ട് ചിലപ്പോൾ ഡെൻ്റൽ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട് വൺസ് പേഷ്യൻ്റായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, അല്ലാതെ അവർക്കൊരു ബേസിക് നോളജ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും ആൾക്കാരുടെ മനസ്സിലും ഈ പറഞ്ഞതുപോലെ ഡെൻ്റൽ പ്രോബ്ലംസ് ഇപ്പോൾ പേഷ്യൻസിനോട് നമ്മൾ ചോദിക്കുമ്പോൾ എന്തൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പോലും ആൾക്കാരുടെ മനസ്സിലോ ഇതും മറ്റതുമായിട്ട് അങ്ങനെ റിലേറ്റ് ആവാനാണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞാൽ ഞാൻ ആൻറ്റിബയോട്ടിക് ഒന്നും കഴിക്കുന്നില്ല, ഒരു മരുന്നും കഴിക്കുന്നില്ല. പിന്നെ നമ്മൾ പ്രോബ് ചെയ്ത് ചോദിക്കും, അപ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്നുണ്ട്, അത് ഞാനിങ്ങനെ രക്തം അലിയിക്കുന്ന ഒരു ഗുളിക, ഉച്ചയ്ക്ക് ഒരു മഞ്ഞ ഗുളിക കഴിക്കുന്നുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ പറയാം ഞാൻ തൈറോയിഡിന് ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ വൈ ഷുഡ് ഐ ടെൽ ദാറ്റ് ഡോക്ടറിൻ്റെ അടുത്ത്, ഈ ഡോക്ടറിൻ്റെ അടുത്ത് എന്തിനാണ് ഞാൻ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറയണം എന്നുള്ളതാണ്. അപ്പോൾ ദർ ഈസ് ഓൾവേസ് എ കണക്ഷൻ ബിറ്റ്വീൻ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ഹെൽത്തും സിസ്റ്റമിക് ഹെൽത്തുമായിട്ട്. പല സിസ്റ്റമിക് ആയിട്ടുള്ള ഡിസീസസിൻ്റെയും ഈവൻ എയർലിയർ ആയിട്ടുള്ള പല സൈൻസും നമുക്ക് ചിലപ്പോൾ എലിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല സിസ്റ്റമിക് ഡിസീസിൻ്റെ തുടക്കം ചിലപ്പോൾ ഒരു ഡെൻറ്റിസ്റ്റിനായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. മോർ ദാൻ ദാറ്റ് ആ ഒരു സിസ്റ്റമിക് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗം ഡിസീസ് അല്ലെങ്കിൽ മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ബ്ലഡ് സ്ട്രീം വഴി പല ഭാഗത്തോട്ടും വ്യാപരിക്കുന്നതായിട്ടും അതോടൊപ്പം തന്നെ ഇത് തമ്മിലൊരു കണക്ഷനുണ്ട്. ഈവൻ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് പറയുന്നത് അൾഷീമേഴ്സ് ഉണ്ട്. അൾഷീമേഴ്സിനകത്ത് നമ്മുടെ ഗം ഡിസീസിന് കാരണമാവുന്ന പോർഫൈറോമോണസ് ജിഞ്ചിവാലിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഈ അൾഷീമേഴ്സിനകത്ത് ഒരു കീ റോള് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒവേറിയൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു 3 weeks ബാക്ക് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളിൽ ഗാർഡിയനിലൊക്കെ അതിൻ്റെ റിസർച്ച് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒവേറിയൻ ക്യാൻസറിനകത്ത് നമ്മുടെ ഈ തന്നെ ഫ്യൂസോബാക്ടീരിയം ന്യൂക്ലിയേറ്റോ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഗം ഡിസീസ് ഉണ്ടാക്കുന്ന മറ്റൊരു ബാക്ടീരിയയും ഈ ഒവേറിയൻ ക്യാൻസറിൻ്റെ ഒരു ലിങ്കായിട്ട് അതിനകത്തൊരു കോമൺ ലിങ്കായിട്ട് ആക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പം മോർ ദാൻ ഏതാണ്ട് 62 ഡിസീസസും നമ്മുടെ ഗം ഡിസീസുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് തന്നെ ഏറ്റവും സ്ട്രോങ് എവിഡൻസ് ഉള്ളത് ഡയബറ്റീസ് പോലെയുള്ളതും അതുപോലെ COPD നമ്മുടെ റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ളതാണ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അൾഷീമേഴ്സ് അല്ലെങ്കിൽ അതെറോസ്ക്ലിറോസ് ഹാർട്ട് ഡിസീസസ്, സ്ട്രോക്ക്, ഗൗട്ട്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അലർജിക് റൈനൈറ്റിസ് പോലെയുള്ള ഒരുപാട് അസുഖങ്ങളുമായിട്ട് പല സ്റ്റഡീസ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദർ ഇസ് സംതിങ് കോൾഡ് ഡയബസിറ്റി എന്ന് പറയും. ഇയാൾ ഡയബറ്റിക്കുമാണ്, ഒബീസും കൂടെ ആണെങ്കിൽ ദർ ഇസ് എ ടേം കോൾഡ് ഡയബസിറ്റി. അപ്പോൾ ഡയബസിറ്റി ഉള്ള ആൾക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോമിനകത്ത് ഗം ഡിസീസ് അല്ലെങ്കിൽ പെരിഡോണ്ടൽ ഡിസീസ് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റമിക് ഹെൽത്ത് കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കാരണമാവും. പലപ്പോഴും അൺട്രീറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഗം ഡിസീസ് കാരണം ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് അത് നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഇൻഫ്ലമേറ്ററി ഓവർലോഡ് ഉണ്ടാക്കാനും അത് സിസ്റ്റമിക് ഡിസീസസ് കുറച്ച് വേർഡ്സൺ ആവാനും കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓറൽ ഹെൽത്ത് ഈസ് നോട്ട് റിലേറ്റഡ് ടു സിംപ്ലി ഓറൽ നമ്മുടെ നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ഓറൽ ക്യാവിറ്റി അലോൺ, ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു ദ ഹോൾ ബോഡി എന്നുള്ളതാണ് ഓറൽ സിസ്റ്റമിക് കണക്ഷൻ എന്ന് പറയാം. റൈറ്റ്. അത് ആക്ച്വലി കുറച്ച് സ്കെയറിയുമാണല്ലോ, ഇത്രയും ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഡിസീസസിലോട്ട് വരെ ലീഡ് ചെയ്യാം എന്നുള്ളത്. അത് നമ്മുടെ പ്രഗ്നൻസി അഡ്വേർസ് പ്രഗ്നൻസി ഔട്ട്കംസ് പോലും ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പല ഹോസ്പിറ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാൻഡേറ്ററി ആയിട്ട് നമുക്കെപ്പോഴും 4th month തൊട്ട് 6th month വരെയുള്ള സമയത്ത് വി ക്യാൻ ഡു ഡെൻ്റൽ പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ പലയിടത്തും മാൻഡേറ്ററി ആയിട്ട് ഒരു മസ്റ്റായിട്ടൊരു ഡെൻ്റൽ ക്ലീനിങ് ആ ഒരു പ്രഗ്നൻറ്റ് ലേഡീസിനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. കാരണം ഈ ക്യാരിങ് ആയിട്ടുള്ള മദേഴ്സിൻ്റെ എക്സ്പെക്റ്റൻറ്റ് മദേഴ്സിൻ്റെ ഗം ഹെൽത്ത് പുവർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫ്ലമേഷൻ കാരണമുള്ള പ്രോബ്ലംസൊക്കെ ഇവൻ പ്ലാസൻ്റയിലോട്ടൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് പലപ്പോഴും ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് ആവാനൊക്കെ കാരണമാകാറുണ്ട്. അപ്പോൾ ഇവൻ അമ്മയുടെ ആരോഗ്യം
ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി കെയർ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. ഓക്കെ, ഇതിനുള്ള അവയർനെസ് ആളുകളിൽ കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ അവയർനെസ്? തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. എല്ലാ വർഷവും നമ്മൾ ഇപ്പോൾ March 20 എന്ന് പറയുന്നത് വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 2019 തൊട്ട് ഇങ്ങോട്ട് ഈ കഴിഞ്ഞ 7 വർഷവും അതിൻ്റെ പ്രധാനപ്പെട്ട തീമെന്ന് പറഞ്ഞാൽ ഓറൽ സിസ്റ്റമിക് കണക്ഷൻ്റെ തന്നെ പല പല ആസ്പെക്റ്റാണ്. ഇവൻ ഒരു വർഷം നമ്മൾ മെൻ്റൽ ഹെൽത്തും ഡെൻ്റൽ ഹെൽത്തും തമ്മിലുള്ള ആസ്പെക്റ്റിനെ പറ്റി പറഞ്ഞു. ഇവൻ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, അപ്പോൾ പലപ്പോഴും ആലോചിക്കും മെൻ്റൽ ഹെൽത്തുമായിട്ട് എന്താണ് ബന്ധം. അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രെസ്സ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. ഈ പറഞ്ഞതുപോലെ നമുക്ക് സ്ട്രെസ്സ് കാരണം ഉണ്ടാകുന്ന പല ഡെൻ്റൽ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഗം ഡിസീസസ് വഴി ഉണ്ടാക്കുന്ന പ്രോബ്ലംസുമായിട്ട് ഈ മെൻ്റൽ പ്രോബ്ലംസും റിലേറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവയർനെസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തന്നെ മെഡിക്കൽ കൊളീഗ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ സമയങ്ങളിലൊക്കെ തന്നെ ഓരോ ഡേയ്സ് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒബ്സർവൻസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും ഒക്കെ ഒരു അവയർനെസ് കൊടുക്കും. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഇതുപോലെയുള്ള ടോക്സും അല്ലെങ്കിൽ ഈ മാസ് കമ്മ്യൂണിക്കേഷൻസ് ത്രൂ ദ ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ അവയർനെസ് പണ്ടത്തെക്കാൾ കൂടുതൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ഡോക്ടർ, ഇതൊരു കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമുക്ക് ചെറിയ ഗം ബ്ലീഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ശരിക്കും റെഡ് ഫ്ലാഗ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഒരു ഡെന്റിസ്റ്റിനെ കണക്ട് ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴായിരിക്കണം? തീർച്ചയായിട്ടും ഇപ്പോൾ പാർവതി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടായിരിക്കും വിചാരിക്കുന്നത്. ബിക്കോസ് നമുക്ക് അത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആവുന്ന സമയത്തായിരിക്കും നമ്മളൊരു ഡെൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടറിനെ കാണാൻ തീരുമാനിക്കുന്നത്. സോ എപ്പോഴും നമ്മൾ ഓൾ ഓവർ ദ വേൾഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല ഡെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും സ്റ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രണ്ടെണ്ണം എന്ന് പറയുന്നത് ടൂത്ത് ഡീക്കേയും ഗം ഡിസീസും ആണ്, അല്ലെങ്കിൽ ഡെൻ്റൽ കേരീസ് ആൻഡ് പെരിഡോണ്ടൈറ്റിസ് ആണ്. പക്ഷേ ടൂത്ത് ഡീക്കേയെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് അതർ ആസ്പെക്ട് ഗം ഡിസീസ് എന്ന് പറയുന്നത് അത്രയും പെയിൻഫുൾ അല്ല. ടൂത്ത് ഡീക്കേയുടെ ഒരു സിവിയർ സ്റ്റേജിലോട്ട് പൾപ്പൈറ്റിസ് എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അസഹ്യമായിട്ടുള്ള പല്ല് വേദനയായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ആദ്യമൊക്കെ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ച് നോക്കും. അല്ലെങ്കിൽ ചിലർ പഴയ അമ്മൂമ്മമാരുടെയൊക്കെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമ്പൂ ഒക്കെ എടുത്ത് വെച്ച് നോക്കും, അല്ലെങ്കിൽ ക്ലോവ് ഓയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അതൊക്കെ മാറിയില്ലെങ്കിൽ ലാസ്റ്റ് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിക്കും. അപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ റൂട്ട് കനാലിലോട്ടായിരിക്കും പോകേണ്ടി വരിക. അപ്പോൾ അത്രയും സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഉള്ളതുകൊണ്ട് ആയിരിക്കും കുറച്ചുകൂടി പെട്ടെന്ന് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തോട്ട് പോകാറുണ്ട് ഡി കെ വന്നു കഴിയുന്ന സമയത്ത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗം ഡിസീസിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പെയിൻ ഉണ്ടാവില്ല. നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ബ്ലീഡിങ് സ്പോട്ട് വരിക, അല്ലെങ്കിൽ ആപ്പിളോ പേരയ്ക്കോ ഒക്കെ കഴിക്കുമ്പോഴും മാങ്ങയൊക്കെ കഴിക്കുമ്പോഴും അവിടെ ആയിട്ട് ചെറിയ ബ്ലീഡിങ്ങിൻ്റെ സ്പോട്ട് കാണുന്നതൊക്കെ ആയിരിക്കും. പിന്നെ ചെറുതായിട്ട് ഭക്ഷണം പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങുന്നത്, പല്ലിൽ നമുക്ക് ചെറുതായിട്ട് വായിലൊരു പുളിരസം അനുഭവപ്പെടുക, ചെറുതായിട്ട് പല്ലുകൾക്കിടയിൽ വിടവുകൾ വന്നു തുടങ്ങുക, കുറച്ചുകൂടി മോണ മേലോട്ട് കയറിയതായിട്ട് തോന്നുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോക്ക് ചെയ്യാനായിട്ട് തോന്നും, എന്തെങ്കിലും ഇട്ട് പോക്ക് ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടുക. എന്തെങ്കിലും ഒരു കൂർത്ത് നമുക്ക് പെട്ടെന്ന് കൈ കിട്ടുന്ന ടൂത്ത് പിക്കായിരിക്കും, ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ തീപ്പെട്ടി കൊള്ളി യൂസ് ചെയ്യും, ചിലർ സേഫ്റ്റി പിൻ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഇട്ട് ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് അവിടെ ഇടാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാവും. ഒക്കെ തന്നെയും ഗം ഡിസീസിൻ്റെ ഒരു സിംറ്റംസ് ആണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ലിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു ഡെൻ്റൽ പ്ലാക്ക് എന്ന് പറയുന്ന ആ ഒരു ലെയർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കാൽസിഫിക്കേഷൻ സംഭവിച്ചിട്ട് ഡെൻ്റൽ കാൽക്കുലസ് ആയിട്ട് മാറുകയും അതൊരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു ഒരു കോളനി ആയിട്ട് മാറുകയും അതവിടെ കോളനൈസ് ചെയ്തിട്ട് അത് അവിടെ ഫർദർ ഡിസ്ട്രക്ഷൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിൽ എത്ര ഫാസ്റ്റായിട്ട് വരണമെന്നുള്ളത് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹോസ്റ്റ് റെസ്പോൺസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ അത് എൻ്റെ വായിൽ വരുന്നതും അത് പാർവതിയുടെ മറ്റൊരാളുടെ ബോഡിയിൽ വരുന്നതും അതിന് റെസ്പോൺസ് എടുക്കുന്ന ടൈമും വിൽ ബി ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരേ ഓർഗാനിസം തന്നെ അല്ലെങ്കിൽ ഒരേ എമൗണ്ട് ഓഫ് ഡെൻ്റൽ പ്ലാക്ക് തന്നെ രണ്ടുപേരുടെ വായിലും ഉണ്ടെങ്കിലും ദർ ഈസ് എ നമ്മുടെ ഹോസ്റ്റ് റെസ്പോൺസ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സപ്രസ് ദ ഇൻഫെക്ഷൻ. പക്ഷേ നമ്മുടെ വേറെ ആളുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ടായിരിക്കും ആ ഡിസീസ് സ്പ്രെഡ് ആവുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും വർഷത്തിൽ 2 പ്രാവശ്യം ഡെൻ്റൽ ക്ലീനിങ് ചെയ്യാറായിട്ട് പറയാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഡെൻ്റൽ ക്ലീനിങ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളെപ്പോഴും എല്ലാ വർഷവും എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഷുഗർ നോക്കും, കൊളസ്ട്രോൾ നോക്കും, തൈറോയ്ഡ് നോക്കും. ഇപ്പോൾ മെയിൽസ് ആണെങ്കിൽ PSA നോക്കും, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ നോക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കും. പക്ഷേ ഒരു പെയിൻ വരുമ്പോൾ മാത്രമേ ചിലപ്പോൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകാറുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊരു ശീലമാക്കി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്കെയിൽ ചെയ്യണമെന്ന് തന്നെ ഇല്ല. പക്ഷേ വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഡെൻറ്റിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ 2 ഉണ്ട് അതിനകത്ത് ഗുണം.
ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഗം ഡിസീസിൻ്റെ കാരണമായിട്ടുള്ള ഡെൻ്റൽ പ്ലാക്കിന് നമുക്കൊരു ജസ്റ്റ് ഒരു നോൺ സർജിക്കൽ പ്രൊസീജിയർ ആയിട്ടുള്ള ഡെൻ്റൽ ക്ലീനിങ് എന്ന് നമ്മൾ പറയുന്ന അൾട്രാസോണിക് സ്കെയിലിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന GBT എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്, ഗൈഡഡ് ബയോഫിലിം എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വളരെ ആൾക്കാർക്കൊക്കെ പേടി എന്ന് പറഞ്ഞാൽ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് മടിക്കുന്ന പുളിപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഹാസിൽ ഫ്രീ ആയിട്ട് നമുക്ക് GBT എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ എന്താ പറയുക സെൻസിറ്റിവിറ്റി ഫ്രീ ആയിട്ട് നമുക്ക് ടൂത്ത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഓറൽ ക്യാൻസറിൻ്റെ തോതും വളരെ കൂടിയിട്ടുണ്ട്. സോ ഓറൽ ക്യാൻസർ ഈസ് അലാമിംഗ്ലി ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് മെയിൽ പോപ്പുലേഷൻ്റെ ഏഷ്യൻ മെയിൽസിനകത്ത്. അപ്പോൾ അതിൻ്റെ പലപ്പോഴും അതിൻ്റെ മുന്നോടിയായിട്ട് കാണുന്ന പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ ഉണങ്ങാൻ നിൽക്കുന്ന 3 വീക്സിൽ കൂടുതൽ ഉണങ്ങാൻ നിൽക്കുന്ന അൾസേഴ്സ് ആയിരിക്കാം, മുറിവുകളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒട്ടും തന്നെ പെയിൻലെസ് ആയിട്ടുള്ള വൈറ്റോ റെഡോ ആയിട്ടുള്ള പാച്ചസ് ആയിരിക്കാം. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ടൂത്ത് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരു സെൽഫ് എക്സാമിനേഷൻ കൂടി ചെയ്തിട്ട് ഇത്തരത്തിലുള്ള പാച്ചസ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അത് ചിലപ്പോൾ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഒരു 6 മന്ത്സ് അല്ലെങ്കിൽ ഒരു 1 ഇയറിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഓറൽ ലീഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താനും പറ്റും. ഗം ഡിസീസിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഡീപ്പ് ആയിട്ടൊരു ക്ലീനിങ് വഴി നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റെഡ് ഫ്ലാഗ്സ് കാണുമ്പോൾ തന്നെ വന്നു കഴിഞ്ഞാൽ അത് അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റേജിലോട്ട് പോകുന്നതായിട്ട് തടയാൻ പറ്റും. അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടൂത്തിന് എടുത്ത് കളയാതെ ഇരിക്കാനായിട്ട് നമുക്ക് ഫ്ലാപ്പ് സർജറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ബോൺ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബോണിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സും അതോടൊപ്പം തന്നെ ഇപ്പോൾ ബയോളജിക്സ് എന്ന് പറയും, പേഷ്യൻ്റ് തന്നെ ബ്ലഡിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന സെൻട്രിഫ്യൂജ് ചെയ്തെടുക്കുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ്, PRF എന്ന് പറയും. PRP നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടാവും ഈ ഹെയർ ട്രീറ്റ്മെൻറ്റിലൊക്കെ. അത് മോർ ലൈക്ക് എ ലിക്വിഡ് പോലെയാണ് ഇരിക്കുന്നത്, പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി ഒരു സെമി സോളിഡ് ടൈപ്പിലുള്ള പ്ലേറ്റഡ് റിച്ച് ഫൈബ്രിൻ എന്ന് പറയുന്ന ഒരു ജെൽ കൺസിസ്റ്റൻസിയിലുള്ള പ്ലേറ്ററ്റിൻ്റെ പ്ലഗ് ആണ്. അത് ആക്ച്വലി ഈസ് എന്താ പറയുക ഒരു ഹോസ്റ്റ്, ഇറ്റ് കണ്ടെയ്ൻസ് ആൻ അറേ ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സും ഈ ബോൺ പാർട്ടിക്കിൾസും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഗമ്മിലോട്ട് വയ്ക്കുമ്പോൾ ഓവർ എ പീരീഡ് ഓഫ് 90 to 120 days അത് പുതിയ ബോൺ ഉണ്ടാവാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബയോളജിക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ തന്നെ ഓൺ ബ്ലഡ് ആയതുകൊണ്ട് തന്നെ അവിടെ അലർജിക് റിയാക്ഷൻസൊക്കെ തന്നെ വളരെ റെയറായിട്ട് ആണുള്ളത്. കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ബോൺ റീജനറേഷൻ അവിടെ ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് സാധ്യമാണ്. പക്ഷേ എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ, നമ്മൾ പണ്ടേ പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ അറ്റ് ദ ഏർലിയസ്റ്റ് എത്രത്തോളം നേരത്തെയാണോ നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് അത്രത്തോളം ആയിരിക്കും നല്ലതായിരിക്കും നിങ്ങളുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്താലുള്ള സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഡ് ഫ്ലാഗ്സ് കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. റെഡ് ഫ്ലാഗ്സ് ശ്രദ്ധിക്കാൻ ഓൾസോ ഇഫ് പോസിബിൾ നമ്മൾ എന്താ പറയുക ആനുവൽ ചെക്കപ്സ് പോലെ തന്നെ ഡെന്റൽ ചെക്കപ്സും ഒരു ശീലമാക്കുക എന്നുള്ളതാണ്. സോ ഡോക്ടർ, നമ്മളിപ്പോൾ റെഡ് ഫ്ലാഗ്സിൻ്റെ കേസ് പറഞ്ഞു, നമുക്ക് ഈ പറഞ്ഞ പോലെ ആനുവൽ ചെക്കപ്സ് നടത്തുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പേഷ്യൻസ് നോർമലി ഓവർലുക്ക് ചെയ്യുന്നതെന്ന് ഡോക്ടർക്ക് കണ്ടിട്ടുള്ളൊരു ട്രെൻഡ് എന്താണ്? നോർമലി ഇസ് ദർ തിങ്സ് ദാറ്റ് പീപ്പിൾ ഇതൊന്ന് നോക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു, പക്ഷേ ആൾക്കാർ കോമൺലി ചെയ്യുന്നതാണ്, അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ആൻഡ് ഓൾസോ അത് ഏജ് സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ജെൻഡർ സ്പെസിഫിക് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഡോക്ടറിന് മുമ്പ്? അതായത് അവർ അധികം ശ്രദ്ധ കൊടുത്തിട്ടില്ല. യെസ്, കൊടുത്തിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു. യെസ്, അത് തന്നെ നമുക്കൊരു കാറ്റഗറൈസ് ചെയ്ത് ചിലപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം കുറച്ച് കുട്ടികൾ മേ ബി ബ്രഷ് ചെയ്യുന്ന രീതി ശരിയല്ല, അല്ലെങ്കിൽ അഡൽസിന്റെ കേസിൽ അവർ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സംഭവം സ്കിപ്പ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ പണ്ടൊക്കെ വെച്ചാൽ ഈ നാക്ക് ക്ലീൻ ചെയ്യൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വീട്ടിലൊക്കെ പറയും. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാറ്റേൺസ് നമ്മൾ പൊതുവെ കാണാറുണ്ടോ? തീർച്ചയായിട്ടും. അതിനകത്തിപ്പോൾ ഒരു പ്രത്യേക നമ്മളിപ്പോൾ ട്രെൻഡ്സിനെ പറ്റി സംസാരിച്ചു ആദ്യം. അപ്പോൾ അതിൽ തന്നെ ഓവർലുക്ഡ്, ഞാൻ പറയാം അണ്ടർലുക്ഡ് ആയിട്ട് വരുന്ന ഒന്നാണ് നമുക്കിപ്പോൾ ഈ സ്ലീപ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി സ്ലീപ്പിന് എന്താണ് ഡെൻറ്റിസ്ട്രി ആയിട്ട് റിലവൻസ്? സ്ലീപ്പ് ഡെൻറ്റിസ്ട്രി എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ് സ്ലീപ്പ് ഡെൻറ്റിസ്ട്രി പറയുക. നമ്മൾ സ്ലീപ്പ് ഡെൻറ്റിസ്ട്രി നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ തന്നെ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അതായത് ദർ ഇസ് സംതിങ് കോൾഡ് സെഡേഷൻ ഡെൻറ്റിസ്ട്രി ആൻഡ് ദർ ഇസ് സംതിങ് കോൾഡ് സ്ലീപ്പ് ഡെൻറ്റിസ്ട്രി. സെഡേഷൻ ഡെൻറ്റിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ആൻഷ്യസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. അത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവരുടെ ഒരു ആൻസൈറ്റി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട്. 2, നമ്മൾ ചില ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് നമ്മുടെ നോർമൽ വെർബൽ ആസ് വെൽ ആസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് മനസ്സിലാകാത്ത ആൾക്കാരുണ്ടാവും. ലൈക്ക് ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കിഡ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ADHD ഉള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ MR ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം, സെറിബ്രൽ പാൽസി ഉള്ള കുട്ടികളുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം.
അപ്പോൾ അവർക്ക് നമുക്ക് നോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. അപ്പോൾ അവർക്കൊരു ഒരു പൽപ്പക്ടമി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന റൂട്ട് കാനലിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമലായിട്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ അവർക്ക് മനസ്സിലാത്തോളം കാലം നമുക്ക് നോർമൽ സെറ്റിങ്ങിൽ ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരെ കുറച്ചുകൂടി അപ്പോൾ ഏർലിയർ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അവരെ GA അല്ലെങ്കിൽ ജനറൽ അനസ്തീഷ്യയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. അതുപോലെ ആൻഷ്യസ് ആയിട്ടുള്ള നോർമലായിട്ടുള്ള ഇൻഡിവിജ്വൽസും ഉണ്ട്. അപ്പോൾ അതിനകത്ത് രണ്ടുപേരെയും കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ദർ ഇസ് സംതിങ് കോൾഡ് കോൺഷ്യസ് സെഡേഷൻ. നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കും ബട്ട് യു വിൽ ബി സെഡേറ്റഡ് എന്നാണ്. വേർ യു ആർ യൂസിങ് എ ടെക്നിക് വേർ വി ആർ അഡ്മിനിസ്റ്ററിങ് എ മിക്സ്ചർ ഓഫ് നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ ഇൻ എ കൺട്രോൾഡ് സെറ്റിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ദ പേഷ്യൻറ്റ് വിൽ ബി വെരി മച്ച് കംഫർട്ടബിൾ. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നമുക്ക് പേഷ്യൻറ്റിന് ഒരു തരത്തിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഫീലിങ്ങും ഇല്ലാതെ പ്രൊസീജിയർ നമുക്ക് കറക്റ്റായിട്ട് തീർക്കാനായിട്ട് സാധിക്കും. ദറ്റ് ഈസ് കോൾഡ് സെഡേഷൻ ഡെൻറ്റിസ്ട്രി. ആൻഡ് സ്ലീപ്പ് ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നത് ചിലപ്പോൾ അത് സിനോണിമസ് ആയിട്ട് തിങ്ക് ചെയ്യാറുണ്ട്. വെദർ യു ക്യാൻ കംപ്ലീറ്റ്ലി റിലാക്സ് ആൻഡ് സ്ലീപ്പ് ഇൻ എ ഡെൻറ്റൽ ചെയർ, അത് ആക്ച്വലി സ്ലീപ്പ് ഡെൻറ്റിസ്ട്രി അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി സെഡേഷൻ ഡെൻറ്റിസ്ട്രിയാണ്. സ്ലീപ്പ് ഡെൻറ്റിസ്ട്രി ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ യുവർ സ്ലീപ്പ് ഷുഡ് ബി സൗണ്ട് and there should be some dental problems that will be restricting you from a sound sleep. So the sleep hygiene എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. നിങ്ങളിപ്പോൾ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗാഡ്ജറ്റ്സ്, ബ്ലൂ ലൈറ്റ് വരുന്ന കാര്യങ്ങളൊക്കെ കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പായിട്ട് മാറ്റാൻ പറയും. ആൻഡ് നമ്മൾ ഒരു ഉച്ചയ്ക്ക് ഒരു 12 hours എങ്കിലും കഫീനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും. ഒരു വാം ഷവർ നല്ലതാണ്. ചില സൂത്തനിങ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ പറയാറുണ്ട്, ക്യാമോമൈൽ പോലെയുള്ളതോ അല്ലെങ്കിൽ ലാവൻഡർ പോലെയുള്ള കഫീനേറ്റഡ് അല്ലാത്ത ടീയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അതുപോലെയുള്ള നിങ്ങൾക്ക് ഉറക്കത്തിൽ ബാധിക്കുന്ന ഒന്നാണ്, നിങ്ങളുടെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒന്നാണ് ദർ ഇസ് സംതിങ് കോൾഡ് സ്ലീപ്പ് ആപ്നിയ വിച്ച് യു ഡോണ്ട് നോ. ബ്രക്സിസം ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ദാറ്റ്. ഉറക്കത്തിൽ നമ്മൾ അറിയാതെ പല്ല് കടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ OSA എന്ന് പറയുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് ലോകത്തിലെ 4ാമത്തെ മരണകാരണത്തിലൊന്നാണ്. നമ്മളിപ്പോൾ ക്യാൻസറും റോഡ് ട്രാഫിക് ആക്സിഡൻറ്റും ഹാർട്ട് ഡിസീസും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കും എവിടെയോ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ടൊരു 6-7 ആൾക്കാർ OSA കാരണം മരണപ്പെട്ടിട്ടുണ്ട്. അതായത് ഓവർ എ പീരീഡ് ഓഫ് 1 hour തന്നെ മേ ബി 6 to 7 people ഡൈ ഓൾ ഓവർ ദ വേൾഡ് ബിക്കോസ് ഓഫ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെയൊക്കെ ഉറക്കത്തിൽ എത്രയോ സമയത്ത് നമുക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതാണ് OSA എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ട് നമ്മളൊരു അവറിലാണ് മെഷർ ചെയ്യുക. 1 മണിക്കൂറിൽ നിങ്ങൾക്ക് എത്ര നേരം ശ്വാസം ഇല്ലാതിരിക്കുന്നു. ശ്വാസം കുറയുന്ന അവസ്ഥയുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ശ്വാസം നിലയ്ക്കുന്ന അവസ്ഥയുണ്ട്. ശ്വാസത്തിൻ്റെ ഗതി കുറയുന്ന അവസ്ഥയെ നമ്മൾ ഹൈപ്പോപ്നിയ എന്നും കംപ്ലീറ്റ് ആയിട്ട് കുറയുന്നതിന് ആപ്നിയ എന്നും പറയും. സോ ദർ ഈസ് സംതിങ് കോൾഡ് AHI എന്ന് പറയും, ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ്. ഇത് തമ്മിലുള്ള റേഷ്യോ നോക്കുമ്പോൾ 1 മണിക്കൂറിൽ അതായത് 60 നോക്കുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഒരു 15 താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ മൈൽഡ് എന്ന് പറയും. 0 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല. 5 to 15 ഒരു റേഞ്ചിലാണെങ്കിൽ ഇറ്റ് വിൽ ബി മൈൽഡ് ആയിരിക്കും. 15 to 30 ആ റേഞ്ചൊക്കെ ആണെങ്കിൽ 15 to 25 ആ റേഞ്ച് ആണെങ്കിൽ മോഡറേറ്റ് എന്ന് പറയും. മോർ ദാൻ 25 ആണെങ്കിൽ സിവിയർ എന്ന് പറയാറുണ്ട്. അപ്പോൾ സ്നോറിങ്ങിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്നോറിങ് ഈസ് എ സൈൻ ആക്ച്വലി. അത് പലപ്പോഴും സിനിമയിലൊക്കെ ഭയങ്കര കോമഡി ആയിട്ടൊക്കെയാണ് എപ്പോഴും കൂർക്കം വലിയ കോമഡി വളരെ എന്താ പറയുക കോമിക്കായിട്ടാണ് ചിത്രീകരിക്കാറ്. ഇറ്റ്സ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് പ്രോബ്ലം എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് 2 ടൈപ്പ് ഓഫ് സ്ലീപ്പ് ആപ്നിയ ഉണ്ട്. ദർ ഈസ് സംതിങ് കോൾഡ് സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ ആൻഡ് ദർ ഈസ് സംതിങ് കോൾഡ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയയ്ക്ക് ഒരു ന്യൂറോളജിക്കൽ എൻറ്റിറ്റി ഉണ്ട്. ഇറ്റ് ഷുഡ് ബി കൺസൾട്ട് വിത്ത് എ ന്യൂറോളജിസ്റ്റ് എന്നുള്ളതാണ്. പക്ഷേ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഹാവ് സംതിങ് കോൾഡ് ആസ് എൻ ഒബ്സ്ട്രക്ഷൻ വിച്ച് ഷുഡ് ബി ഡെൽറ്റ് വിത്ത് എ ഡെൻറ്റിസ്റ്റ് ആസ് വെൽ ആസ് എൻ ENT ഡോക്ടർ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് എപ്പോഴും നമ്മുടെ ഈ ലോവർ ജോയിലാണ് നമ്മുടെ നാക്ക് വന്ന് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം കുട്ടികൾ സൈഡ് സ്ലീപ്പേഴ്സ് ആയിരിക്കും. എപ്പോഴും അവരുടെ ഒരു പോസ്ചർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ഫേസ് ഇങ്ങനെ തള്ളിയിട്ടായിരിക്കും അവർ നടക്കുക. അവരുടെ നാക്ക് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നാക്കിൽ ഇൻഡൻറ്റേഷൻസ് ഉണ്ടാവും ബിക്കോസ് ദേ ഹാഡ് ഗോട്ട് അവരുടെ ടൂത്തിൻ്റെ ഇടയ്ക്ക് സ്ക്യൂസ് ചെയ്തിട്ടാണ് അവരുടെ ടങ് ഇരിക്കുന്നത്. സോ അവർക്ക് നോർമലായിട്ട് ഒരിക്കലും മലർന്ന് കിടക്കാൻ പറ്റില്ല ബിക്കോസ് ഈ ടങ് ഫോൾ ബാക്ക് ചെയ്തിട്ട് എയർവേക്ക് ഒബ്സ്ട്രക്ഷൻ വരുന്നു. അപ്പോൾ ബോഡി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ ലെഫ്റ്റ് സൈഡിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ ഒരു സൈഡ് സ്ലീപ്പറായിട്ട് മാറ്റും. സോ സംഹൗ ദേ ആർ അഡ്ജസ്റ്റിംഗ് ദെയർ പോസ്ചർ സോ ദാറ്റ് ദേ ഗെറ്റ് സം ഓക്സിജൻ ഡ്യൂറിങ് ദ സ്ലീപ്പ് എന്നുള്ളതാണ്. പക്ഷേ നമ്മളിത് ഒരു പീരീഡ് ഓഫ് ടൈം ആകുമ്പോൾ നമുക്കത് പ്രത്യേകിച്ച് നമ്മൾ തടിയും കൂടെ വയ്ക്കുമ്പോൾ ഒബിസിറ്റിയും കൂടെ കൂടുമ്പോൾ ഇറ്റ്സ് എ റിസ്ക് ഫാക്ടർ ഫോർ OSA കൂടാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കൊരു മാൻഡിബിളിനെ അഡ്വാൻസ് ചെയ്യാൻ പറ്റും. മാൻഡിബിൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന നാക്ക് കൂടി ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ ഒരു പ്രത്യേക തരം ഡിവൈസ് യൂസ് ചെയ്തിട്ട് നിങ്ങളത് വെച്ചുകൊണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം കൊണ്ട് നിങ്ങളുടെ ആ ഒരു ടങ്ങിൻ്റെ ഒരു പോസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അതിനെ മാറ്റാൻ പറ്റും. പതുക്കെ നിങ്ങളുടെ ആ എയർവേ ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്
ഇപ്പോൾ നഖം കടിക്കുന്ന ശീലം, അല്ലെങ്കിൽ നാക്ക് കൊണ്ട് പല്ല് തള്ളുന്ന ശീലം, ടങ് ത്രസ്റ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രക്സിസം, ഞാൻ പറഞ്ഞു ഉറക്കത്തിൽ പല്ല് കടിക്കുന്ന ശീലം, സ്നോറിങ്. അപ്പോൾ ഇതൊക്കെ തന്നെ ചിലപ്പോൾ നമ്മുടെ ഡെൻറ്റിസ്ട്രിയുടെ പെർവ്യൂവിൽ വരുന്നതായിരിക്കില്ല. ഇപ്പോഴും പാരൻസിൻ്റെ മനസ്സിൽ DKയും ഈ പറഞ്ഞതുപോലെ എന്താണ് പല്ലിന് ഒരു അഴുക്ക് പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ബിഗർ പിക്ചർ പലപ്പോഴും മിസ്സായി പോകുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ഒരു വലിയൊരു എന്താ പറയുക ഹെൽത്ത് സ്ലീപ്പ് റഗ്ഡ് കിഡ്സ് എന്ന് പറയുന്ന നല്ലൊരു പുസ്തകം തന്നെയുണ്ട് ഇതിനെ പറ്റിയിട്ട്. അത് വായിക്കുകയാണെങ്കിൽ പാരൻസിന് വായിക്കുക. ഡെൻറ്റിസ്റ്റാണ് എഴുതിയിരിക്കുന്നത്, ഷാൻ മൂർ എന്ന് പറഞ്ഞ ഡോക്ടർ എഴുതിയിട്ട് നല്ലൊരു പുസ്തകമാണ്. പക്ഷേ അത് പാരൻസിന് കൂടി വായിക്കാവുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് പ്രോബ്ലം ദാറ്റ് ദ പാരൻസ് ഷുഡ് ബി അവെയർ എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഓവർലുക്ഡിനേക്കാളും കൂടുതലായിട്ട് അണ്ടർലുക്ഡായിട്ട് പോകാറുണ്ട്. അപ്പോൾ പാരൻസ് എപ്പോഴും അവരുടെ ഈ പറഞ്ഞതുപോലെയുള്ള ഈ എയർവേ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ എസ്തെറ്റിക്സിൽ കൺസേൺ വരുമ്പോൾ എപ്പോഴും പാരൻസ് ഒന്ന് ചോദിക്കാറുണ്ട്, പല്ലിൽ കമ്പിയിടാറായില്ലേ എന്നുള്ളത് സാറിന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു പല്ലിങ്ങനെ തള്ളി വരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലെ ഫാക്ടർ കേവലം ഡെൻ്റൽ ഫാക്ടർ മാത്രമായിരിക്കില്ല, ദർ ഈസ് എൻ എയർവേ കമ്പണൻറ്റ് ടു ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഫങ്ഷണൽ ഡെൻറ്റിസ്ട്രി നോക്കുമ്പോഴത്തേക്കും എയർവേ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ നമുക്കതിനെപ്പറ്റി പറയാനായിട്ടുള്ളൊരു സന്ദർഭം വരാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ പാർവതി ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇത് കേൾക്കുന്ന പാരൻസ് എങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടത് വെദർ മൈ ചൈൽഡ് ഈസ് ബ്രീത്തിങ് പ്രോപ്പർലി. അവരുടെ ബ്രീത്ത് കറക്റ്റ് ആക്കിയാൽ തന്നെ അവരുടെ ഡെൻ്റൽ പ്രോബ്ലംസിന് ഒരുപാട് വ്യത്യാസം വരും. സോ യുവർ ഫോക്കസ് ഷുഡ് ബി ഓൺ യുവർ ചിൽഡ്രൻ്റെ എസ്തെറ്റിക്സ് ഒബ്വിയസ്ലി വേണം നമുക്ക്, പക്ഷേ മോർ ദാൻ ദാറ്റ് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് നമുക്കത് ബ്രെയിനിൻ്റെ ലോട്ടുള്ള ഓക്സിജനെ വരെ ബാധിക്കും. ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിലിരിക്കുമ്പോൾ വളരെ അലസനായിട്ടിരിക്കുന്നു, അവൻ്റെ ഡേ ടു ഡേ കോഡ്സ് ഒന്നും കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, ഭയങ്കരമായിട്ട് ലെതാർജിക് ആയിട്ടിരിക്കുന്നു, ഒക്കെ തന്നെയും അവൻ്റെ ബ്രെയിനിലോട്ട് കറക്റ്റായിട്ട് ലങ്സിൽ നിന്ന് ഗ്യാസ് എക്സ്ചേഞ്ച് നടന്നിട്ട് കറക്റ്റായിട്ട് ഓക്സിജൻ കിട്ടിയാൽ മാത്രമേ ബ്രെയിനിലോട്ട് പോയാൽ മാത്രമേ അവൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് വളരെ കറക്റ്റ് ആയിരിക്കത്തുള്ളൂ. സോ OSA നമ്മൾ മിസ് ഔട്ടായി പോകുന്ന ഒരു എന്താ പറയുക ഹെൽത്ത് പ്രോബ്ലമാണ്. അത് വളരെ സീരിയസ് ആയിട്ട് പാരൻസ് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. പാരൻസിന് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഉണ്ട്. പക്ഷേ നമുക്കത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം ക്യാച്ച് ദം യങ് എന്നുള്ളതാണ്. എപ്പോഴേ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മോഡിഫിക്കേഷൻസ്, അതോടൊപ്പം തന്നെ ഗ്രോത്ത് മോഡിഫിക്കേഷൻസും ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മളത് വെയിറ്റ് ചെയ്തിട്ട് വലിയ ഒരു എന്താ പറയുക മാലക്ലൂഷൻ അല്ലെങ്കിൽ ഒരുപാട് ക്രൗഡിങ് ഒക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു ഇൻ്റർസെപ്റ്റീവ് ആയിട്ടുള്ള അപ്ലയൻസ് യൂസ് ചെയ്തിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ടം സക്കിങ് ആണെന്നുണ്ടെങ്കിലും ഇഫ് ഇറ്റ് ഈസ് എന്താ പറയുക പെർസിസ്റ്റിങ് ആഫ്റ്റർ മോർ ദാൻ 5 years ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ച് താമസിപ്പിക്കാതെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള ചില അപ്ലയൻസസ് കൊടുത്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏർലിയർ ഓൺ സ്റ്റേജിൽ തന്നെ ക്യാച്ച് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എയർവേയുടെ ഇമ്പോർട്ടൻസ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളതാണ്.